അതായത് 21,989 എന്ന് പറയുന്ന ലെവലിലാണ് ഓപ്പണിംഗ് വരുന്നത്. ഇപ്പം 910 ആയി. അപ്പോൾ 989 അടുത്ത ഓപ്പണിംഗ് വരുന്നതുകൊണ്ട് തന്നെ 981 എന്ന് പറയുന്നത് ശരിക്കും ഒരു ഹൈ മൂവ്മെന്റ് സോണായിരുന്നു. അതിൻ്റെ മുകളിലാണ് ഓപ്പണിംഗ് വരുന്നത്. അപ്പോൾ മാർക്കറ്റ് സ്ട്രോങ്ങർ ആവുന്നു എന്നുള്ള ഇൻഡിക്കേഷനാണ് ഇത് തരുന്നത്. മാർക്കറ്റ് സ്ട്രോങ്ങർ ആവുന്നു എന്നുണ്ടെങ്കിൽ ആക്ച്വലി മാർക്കറ്റിന് ഫർദർ മുകളിലേക്ക് പോകാൻ പറ്റും. മുകളിലേക്ക് പോകുന്നത് ഈ 22,148 വരെ പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ 913 താഴേക്ക് മാർക്കറ്റ് പോകരുത്. ഈ ലെവൽ ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ലെവലാണ്. അപ്പോൾ അതിന് താഴോട്ട് പോകാത്തിടത്തോളം കാലം മാർക്കറ്റ് മുകളിലേക്ക് തന്നെ പോയി 22,148 എന്ന് പറയുന്ന ലെവലായിരിക്കും മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക ഹൈ ചെയ്യുന്ന ലെവൽ. ഇതും കടന്ന് മുകളിൽ പോകാനുള്ള എനർജി ഉണ്ട് എങ്കിൽ ഈ ലെവലിൽ ഉറപ്പായും റെസിസ്റ്റൻസ് എടുക്കും. ഈ ലെവൽ എന്ന് പറയുന്നത് 22,293 ആണ്. ആ ലെവലിൽ ഉറപ്പായിട്ടും എന്തായാലും റെസിസ്റ്റൻസ് എടുത്തേ പറ്റുള്ളൂ. കാരണം അത് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ലെവലാണ്. മാർക്കറ്റിൻ്റെ തന്നെ ഏറ്റവും ക്രൂഷ്യൽ ലെവലാണ്. അത് സർപ്പാസ് ചെയ്യാനുള്ള എനർജി ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഇന്ന് മാർക്കറ്റ്സ് ഓൾ ഓവർ ദ വേൾഡ് ഭയങ്കര പോസിറ്റീവാണ്. 148 ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വലിയൊരു അത്ഭുതമില്ല. 148 സാധാരണ ടെസ്റ്റ് ചെയ്തതിന് ശേഷം കുറച്ച് താഴേക്ക് വരികയാണ് പതിവ്. പക്ഷെ ഇന്ന് അത്രമാത്രം പോസിറ്റിവിറ്റി ഉണ്ട് എങ്കിൽ ഇറ്റ് ക്യാൻ ഗോ ആൻഡ് ടച്ച് അപ് ടു ഹിയർ ഓൾസോ. അവിടെ വരെ പോയിട്ട്, കാരണം ഇത് കറക്റ്റീവ് വേവ്സ് ആണ്, എല്ലാം കറക്റ്റീവ് വേവ്സ് ആണ്. കറക്റ്റീവ് വേവ്സ് ആകുമ്പം ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ഇതിപ്പോൾ ഇപ്പോൾ തന്നെ ട്രെൻഡ് ലൈനും ബ്രേക്ക് ചെയ്തതിന് ശേഷം ഹൈ മൊമെൻ്റം സോണും ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത് കറക്റ്റീവ് വേവ്സിൽ നല്ലൊരു കറക്ഷൻ വരുന്നു എന്നുള്ള സൂചനയാണ്. 148 മുകളിൽ പോവുകയാണെങ്കിലും അത്ഭുതപ്പെടാനില്ല. പക്ഷെ 148 ആയിരിക്കണം നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ഫോർ എ പേഴ്സൺ ഹു ഈസ് ഫോർ ടേക്കിംഗ് കോൾ ഓപ്ഷൻസ്.